ഹലോ. അപ്പോൾ ഇന്നത്തെയും പോലെയല്ല, ഇന്ന് ഫ്ലോപ്പായൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര പ്രതീക്ഷയൊക്കെ കൊടുക്കണ്ട, അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും നിങ്ങൾ കണ്ട് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞങ്ങൾ ആമസോണിൽ നിന്ന് ഒരു ഹാൻഡ് മോൾഡ് ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു എല്ലാം റെഡിയാവും എന്നൊക്കെ വിചാരിച്ച് എല്ലാം എടുത്ത് സെറ്റാക്കിയതാണ്. പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, അതിൽ കുറേ സാധനങ്ങളുണ്ട്. അതിൽ മോൾഡിങ് പൗഡർ, കാസ്റ്റിംഗ് പൗഡർ, പിന്നെ ബ്രഷ്, പെയിൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എല്ലാം റെഡിയാവുമെന്ന്. പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി. ജോർജ് കുട്ടി എന്താണ്ടൊക്കെ ഇട്ട് ഒരച്ചൊക്കെ നോക്കുന്നുണ്ട്. ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വായിച്ച ആളുടെ പ്രശ്നമാണ് ശരിക്കും ഇത്. എന്നിട്ട് ഇൻസ്ട്രക്ഷൻ പരീക്ഷയ്ക്ക് പോലും ഇത്രയൊന്നും പഠിച്ചിട്ടില്ല, വലിയ കാര്യമായിട്ടൊക്കെ വായിച്ച് പഠിച്ചതാണ്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ബക്കറ്റൊക്കെ കമത്തി കാണിക്കുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചു, റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, വായിച്ച് പഠിക്കുന്നുണ്ടോ? പരീക്ഷയ്ക്ക് പോലും ഇത്രയും വായിച്ച് പഠിച്ചില്ല. അന്ന് ഇതൊക്കെ പഠിച്ചായിരുന്നെങ്കിൽ വലിയ നിലകളിലൊക്കെ എത്തിച്ചേർന്നേനെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. എന്നിട്ട് വലിയ കാര്യത്തിൽ വായിച്ച് പഠിക്കുകയാണ്. എന്ത് പറയാനാ, വായിച്ച് പഠിച്ച ആളുടെ ഗുണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ എന്നെ പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പിടിച്ച് നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞ് സംഭവം വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുത്തു. പക്ഷേ ഞങ്ങളുടെ റിസൾട്ട് ഒന്നും പറയാനില്ല. എന്നിട്ട് ഞങ്ങൾ ഇത് വായിച്ച് പഠിച്ചിട്ട് 2.5 ലിറ്റർ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കുകയാണ്. എന്താണേലും ഫ്ലോപ്പായ വീഡിയോ ആണെങ്കിലും ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു. 2.5 ലിറ്റർ വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് ആദ്യം ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ മോൾഡിങ് പൗഡർ ഇടാനാണ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഒറ്റയടിക്ക് തന്നെ ഞങ്ങൾ അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതിൽ മിക്സ് ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് പറ്റിയതായിരിക്കും. എന്താണേലും ഫുള്ളിട്ട് ഞങ്ങൾ മിക്സ് ചെയ്തു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയില്ല ഗൈസ്. കണ്ടോ, പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്താണെങ്കിലും ഫുള്ള് ഇട്ടു. എന്നിട്ട് ഞങ്ങളൊരു കോലൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് നന്നായിട്ട് കൊട്ടി ഫുള്ള് ഒരു തുള്ളി പോലും കളയണ്ടെന്ന് വിചാരിച്ച് ജോർജ് കുട്ടി അത് ഫുള്ള് കൊട്ടിയൊക്കെ എടുത്തു. പക്ഷേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ മിക്സ് ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് പറ്റി. എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ആകാം. എന്താണേലും മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കൈ പിടിച്ചിട്ട് അതിലേക്ക് വെക്കണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തു. പക്ഷേ എന്തോ കൈ വെക്കേണ്ട ടൈമിങ് തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. എന്താണേലും നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഓയിലൊക്കെ കയ്യിൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓയിൽ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ വീടിൻ്റെ അകത്തേക്ക് പോയ സമയത്ത് തോന്നുന്നു മിക്കവാറും പണി കിട്ടിയത്. അപ്പോൾ ഓയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെറുതെയാണ്, ഒരാവശ്യമില്ലായിരുന്നു. കയ്യിലൊക്കെ പരട്ടി എൻ്റെ കയ്യിലും തേച്ചു. എന്നിട്ട് ഞങ്ങൾ കൈ ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് വെച്ചു. പക്ഷേ ഗൈസ്, ഞങ്ങളുടെ മോൾഡ് ശരിയായില്ല. ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം ഫ്ലോപ്പായിന്ന്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കൈ കുറച്ച് നേരം അതിൽ പിടിച്ചുകൊണ്ടിരുന്നു. ഒരു 5 മിനിറ്റോളം വെച്ചുകൊണ്ടിരുന്നു. ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കറിയായിരുന്നു, കാരണം അതിൻ്റെ ആ ഒരു സ്ട്രക്ചറേ മാറിയിട്ടുണ്ടായിരുന്നു. ആ മിക്സ് കട്ടയായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ എന്താണേലും ഞങ്ങൾക്കൊരു വിഷമമായി. കാരണം ഞങ്ങൾ കുറേ പ്രതീക്ഷിച്ച് വാങ്ങിയ സാധനമാണ്. നമുക്ക് കൈയുടെ ഒരു മോൾഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം റെഡിയായില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് 10 മിനിറ്റൊക്കെ പിടിക്കണം എന്നാണ് ഇൻസ്ട്രക്ഷനിലുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആ ഒരു പ്രതീക്ഷയൊക്കെ പോയത് കാരണം ഞങ്ങൾ അധികം നേരമൊന്നും പിടിച്ചില്ല. പ്രതീക്ഷ പോയെങ്കിലും ജോർജ് കുട്ടിയുടെ മുഖത്ത് അന്നേരവും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ മടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്, എടുത്തിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കൂടെ അതിൽ വെച്ചു. വീണ്ടും അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് കിട്ടാനായിട്ട്. പക്ഷേ എന്ത് പറയാനാ ഗൈസ്, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഫൈനലി പല ആംഗിളിൽ നിന്ന് ഞങ്ങളെടുത്ത് വീഡിയോ ഒക്കെ സെറ്റാക്കാമെന്നൊക്കെ നോക്കിയതാണ്. പക്ഷേ കുറേ തവണ അത് നോക്കി, ഞങ്ങൾ ശ്രമിച്ചു നോക്കി. പക്ഷേ നമ്മുടെ മോൾഡ് ശരിയാവാത്ത കാരണം നടന്നില്ല.
പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആ കാസ്റ്റിംഗ് പൗഡർ വെറുതെ അതിലേക്കിട്ട് കുറേ നേരം കൂടെ വെച്ചു, കുറേ നേരം വെയിലത്ത് വെച്ചു. ജോർജുട്ടിയുടെ മുഖത്ത് തന്നെ അറിയാം ഞങ്ങൾക്ക് ഫ്ലോപ്പായതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ വാങ്ങിപ്പോയില്ലേ, എന്താണ് ഞങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഫൈനലി കുറേ നേരം വെയിലത്തൊക്കെ വെച്ചിട്ട് സാധനമൊക്കെ എടുത്തു. എന്നിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം, എന്നാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. പൊട്ടിച്ച് നോക്കി. പൊട്ടിച്ച് ആ ഒരു മോൾഡ് ഒരു റബ്ബർ പോലത്തെ ഒരു സാധനമാണ്, അത് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സംഭവം കിട്ടി. പക്ഷേ ജോർജുട്ടി ചിരിക്കുകയാണ്. എന്നാലും നമുക്കൊരു സാധനം കിട്ടി, എന്തോ ഒരു സാധനം കയ്യിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഞങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഇതാണ്. ഏതോ കുറച്ച് വിരളൊക്കെ കാണാം, പക്ഷേ എന്താണേലും സാധനം നല്ല കട്ട ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ കാശും പോയി, ഒരു ദിവസവും പോയി, വീഡിയോയും എടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ തട്ടിക്കൂട്ട്. വീണ്ടും എന്നെ കാണിച്ചു തരികയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. സോ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഓക്കെ, ബൈ.